ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. പലമതസാരവും ഏകമെന്നു പാരാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതമർന്നിടേണം. മനുഷ്യർക്കിടയിൽ മതങ്ങൾ പലതുണ്ട്. മതങ്ങൾക്കെല്ലാം പിന്തുടർച്ചക്കാരുമുണ്ട്. മതമില്ലാത്തവരും ഭൂമിയിലുണ്ട്. മതം ആവിർഭവിച്ചത് മനുഷ്യദർശനത്തിൽ നിന്നാണ്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ പ്രപഞ്ചത്തോട് മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട് നാം നടത്തിയ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നാണ് ദർശനങ്ങളും വിശ്വാസധാരകളും ഉണ്ടായത്. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് കാഴ്ചപ്പാടുകളിൽ, അനുഭവങ്ങളിൽ ഉണ്ടായ വ്യത്യാസങ്ങൾക്ക് അനുസൃതമായാണ് വൈവിധ്യമാർന്ന മതങ്ങളും ഉണ്ടായത്. എന്നാൽ ഈ മതങ്ങളെല്ലാം ഏകസത്യത്തെയാണ് അവലംബിക്കുന്നത്. ഓരോ മതത്തിനും അനുസരിച്ച് സത്യം മാറുന്നില്ല. മാറ്റത്തിന് വിധേയമാകുന്നത് നിത്യസത്യ വസ്തുവല്ല. സത്ത് അഥവാ സത്യം ഏകവും നിത്യവുമാണ്. അതുകൊണ്ട് ഗുരു പറയുന്നു, പല മതസാരവും ഏകം. എന്നാൽ മതവിശ്വാസികളിൽ പലർക്കും ഇത് മനസ്സിലാകാറില്ല. ഓരോരുത്തരും തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൻ്റെ മഹത്വമാണ് അറിയുന്നത്. അപരമതങ്ങളെല്ലാം തെറ്റായ വഴികളാണ് എന്നും ധരിക്കുന്നു. സ്വന്തം വഴി മാത്രം ശരി, അപരൻ്റെ വഴി തെറ്റ് എന്ന് പറയുന്ന തെറ്റായ ചിന്താഗതി അന്ധനായ ഒരു മനുഷ്യൻ ആനയെ തൊട്ടുനോക്കി വിലയിരുത്തുന്നത് പോലെ അബദ്ധജടിലമാണ്. അയാൾ ആനയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സ്പർശിച്ച് ആന അതാണ് എന്ന് പറയുന്നു. അയാൾക്ക് സമഗ്രമായ കാഴ്ച ലഭിക്കുന്നില്ല. ഇതുപോലെ സ്വമതത്തിൻ്റെ വൈചിത്ര്യങ്ങൾക്ക് ഇടയിൽ മാത്രം കുരുങ്ങിപ്പോകുന്നവർ പാമരന്മാരാണ്. അവർ സത്യമറിയാതെ അലയുന്നവരാണ്. അലയുന്നവർക്ക് ശരിയായ ലക്ഷ്യമില്ല. ലക്ഷ്യമുള്ളവർ അലയാറുമില്ല. ഗുരു പറയുന്നു, ഇത് കണ്ട് ഇത് മനസ്സിലാക്കി നാം അലയാതിരിക്കണം. പ്രപഞ്ചത്തിലാകെ ഒറ്റ ശക്തിവിശേഷമേ ഉള്ളൂ. പലരും പല വിധത്തിൽ ആചരിക്കുന്നു എന്ന് മാത്രം. നാം ഇത്തരം അലച്ചിലുകളിൽ പെട്ടുപോകാതെ ഏകസത്യത്തെ മനസ്സിലാക്കി അതിൻ്റെ സാക്ഷാത്കാരത്തിനായി നിലകൊള്ളുക. ശാന്തി, സമാധാനം, ആനന്ദം എന്നിവയാണ് നമുക്ക് വേണ്ടത്. ധാർമ്മികതയിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് നടക്കുക. ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും.